ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് വർക്കിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ടെംപ്ലേറ്റ് ക്രിയേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ്സിൽ ഡിഡക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പണിങ്സും അതേപോലെ തന്നെ വിൻഡോസും ഡോസ് എങ്ങനെ ഡിഡക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോളത്തിനുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ വോളിയമായിട്ട് എങ്ങനെ നമുക്ക് അതിനെ നമ്മുടെ ഷീറ്റിൽ കിട്ടും. നമ്മൾ നമ്പേഴ്സ് ആയിട്ടാണല്ലോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൗണ്ട് എടുത്തിട്ട് നമ്മൾ നമ്പേഴ്സ് എടുത്തു. ആ കൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് വോളിയവും കിട്ടും. വോളിയം എന്ന് പറയുന്നത് എന്താ? ഒരു വോളിയം എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓർ തിക്നെസ്. സോ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോളം ഇപ്പോൾ എത്ര കോളംസ് ഉണ്ടോ ആ കോളത്തിൻ്റെയൊക്കെ വോളിയംസ് നമുക്ക് ഇതിൽ ഡയറക്റ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു സാമ്പിൾ പോലെ ഞാൻ വോളിയം എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ നമുക്കിനി മാറ്റിലോട്ട് കിടക്കാം. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ടെംപ്ലേറ്റിൽ പോവാം. ടെംപ്ലേറ്റിൽ പോയ ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലൂടെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ കയ്യിൽ കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ഷീറ്റ് ഇതിലുണ്ട്. സോ നമ്മൾ ന്യൂ ടാബിൽ പോവുക. ന്യൂ ടാബിൽ പോയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ടാബിലോട്ട് പോയിട്ട് ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പുതിയൊരു ടാബായിട്ട് ഓപ്പൺ ചെയ്ത് വരിക. സോ ടാബ് വന്നു. ഇനി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ എന്തിൻ്റെയാണ് കാണുന്നത് അതിൻ്റെ പേര് കൊടുക്കുക. കോളം 1 എന്ന് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. സോ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? കൗണ്ടാണ് ഇവിടെ. ന്യൂ കൗണ്ട് എന്ന് എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ന്യൂ ലീനിയർ എടുത്തില്ല. അതേപോലെ ന്യൂ കൗണ്ടാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്, അതാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ സ്കെയിൽ കൊടുത്തു. കളർ എന്താണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമ്മൾ ചൂസ് ചെയ്തു. അതേപോലെ തന്നെ സർക്കിളാണോ സ്ക്വയറാണോ വാട്ടെവർ. സോ അതെന്താ നമുക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അഡ്വാൻസ്ഡ് സംഭവം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് ഒരുപാട് കഴിഞ്ഞ ക്ലാസ് തന്നെ ഉണ്ടാവും. ക്ലാസ്സിൽ കേട്ടവർക്ക് അറിയാം. ഇതിൽ നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് പ്രോപ്പർട്ടി തൊട്ടടുത്തുള്ള സംഭവം ഉണ്ടോ അതും ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തതും ചെയ്യാം. രണ്ടും ചെയ്യാം കേട്ടോ. രണ്ടും ഒരേ പർപ്പസാണ്. സോ അതിൽ നമ്മൾ നെയിം കൊടുക്കുക. ഞാൻ ഒരു കോളത്തിൻ്റെ ഇത് കാണാൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കും ഒരു അടിയിലുള്ള ലെങ്ത്ത് എടുത്ത് അതേപോലെ തന്നെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ്. ഞാൻ ഫസ്റ്റ് L കൊടുത്തു. സോ ഞാൻ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് വരേണ്ടത് വെച്ചാൽ എസ്റ്റിമേറ്റിംഗ് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരേണ്ടത്. അത് എസ്റ്റിമേറ്റിംഗ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. സോ നമ്മൾ കണ്ടിട്ടുണ്ടോ L വന്നു, ലെങ്ത്ത് വന്നു. ഇനി നമുക്ക് എന്ത് വേണം? വിഡ്ത്ത് വേണം, തിക്നെസ് ഓർ ഹൈറ്റ് വേണം. സോ ഞാനിത് മുകളിലോട്ട് ഇടുകയാണ് കേട്ടോ. ക്വാണ്ടിറ്റീൻ്റെ താഴായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, ക്വാണ്ടിറ്റിൻ്റെ താഴായിട്ട് എടുത്തു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിഡ്ത്താണ്. സോ അതേപോലെ ഞാൻ ഇൻസെർട്ട് പ്രോപ്പർട്ടിയിൽ പോയി തൊട്ടടുത്ത് അത് മറ്റേതും ചെയ്യാം. രണ്ടും നിങ്ങളുടെ ഓപ്ഷനിലാണ്. ഇൻസെർട്ട് ചെയ്യുക. W എന്നിട്ടെടുത്തു. W പറഞ്ഞത് വിഡ്ത്ത്. സോ അതിൻ്റെ ഗ്രൂപ്പ് നോക്കി എസ്റ്റിമേറ്റിംഗ് തന്നെയാണ്. ദെൻ അത് നെക്സ്റ്റ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഇട്ടെടുത്തു. നാവിഗേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് ആക്കി കൊടുത്തു. അതേപോലെ തന്നെ ഹൈറ്റ് ഓർ തിക്നെസ്, ഹൈറ്റും തിക്നെസ്സും ആ ഒരു കോളം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് മെഷർമെൻറ്റ്സ് വരിക ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് അറിയാമല്ലോ. നമുക്ക് തരും. ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ശേഷം ഞാൻ എസ്റ്റിമേറ്റിംഗ് ഗ്രൂപ്പ് നോക്കി. ഓക്കെ, ദെൻ ഓക്കെ. ഇതുവരെ ഒന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടൊന്നുമില്ല വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കമൻറ്റ്സ് കൊടുക്കുകയാണ്. ഇക്വേഷൻസ് ഫോം ചെയ്യുകയാണ്. ദെൻ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എടുക്കുന്നത് കൗണ്ടാണ്. 1 2 3 4 അങ്ങനെയുള്ള കൗണ്ടാണ് നമുക്ക് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണ്. ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണ് അതിൻ്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഇതിൽ വേണോ യൂണിറ്റ് സെറ്റ് ചെയ്യണം. യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ക്വാണ്ടിറ്റി പറയുന്നത് ക്യൂബിക് മീറ്ററിലാണ്. ക്യൂബിക് മീറ്റർ എടുക്കുക. ക്യൂബിക് മീറ്റർ താഴെയായിട്ടുണ്ടാവും. ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ. ആ ഒരു ക്വാണ്ടിറ്റി. വോളിയം എന്താണ്? മീറ്റർ ക്യൂബിലാണ്. അത് ഓർമ്മ മതി.
ഇപ്പോൾ ക്യൂബിക് മീറ്റർ ആണോ, ക്യൂബിക് ഫീറ്റ് ആണോ, ക്യൂബിക് സെൻറ്റിമീറ്റർ ആണോ, വാട്ട് എവർ നിങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് ആ യൂണിറ്റ് വെച്ചിട്ട്. ലെങ്ത്ത് പറയുന്നത് മീറ്റർ ആണ്, അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ മീറ്റർ എടുക്കുന്നത് സെൻറ്റിമീറ്ററോ ഫീറ്റോ കൊടുക്കാം. അതേപോലെ തന്നെ വിഡ്ത്ത് കൊടുത്തു, ഡെപ്ത് ഓർ ഹൈറ്റ് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻ ഫോം ചെയ്യണം. ക്വാണ്ടിറ്റി നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്താണ്, നമ്പേഴ്സാണ്. സോ അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കോളത്തിൻ്റെ വോളിയം കിട്ടത്തുള്ളൂ. സോ നമുക്ക് അതേ ഇൻറ്റു എന്താ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു പിന്നെന്താണ് ഹൈറ്റ് ഓർ ഡെപ്ത്ത്. അത് ചരിയിലൊക്കെ ചിലതായിരിക്കും വരിക, അതാണ് ഞാൻ ഡെപ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഞാനത് ഇട്ട് കൊടുത്തു. ദെൻ ആ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ദെൻ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്രാക്കറ്റ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് മറ്റേ ഷീറ്റിലൊക്കെ വരുള്ളൂ. ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയും കാണില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് ടിക്ക് ചെയ്തിട്ട് കൊടുത്തു. ദെൻ നമുക്ക് എന്താണ് ഫോമിൽ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോം ലേഔട്ട് എടുത്തു. ഫോം ലേഔട്ട് എടുത്ത ശേഷം നമുക്ക് നോക്കുമ്പോൾ ക്വാണ്ടിറ്റി, ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ് അതൊക്കെ നമുക്ക് കാണണം. ഷോ യൂണിറ്റും കാണണം നമുക്ക്. സോ നമുക്കത് ടിക്ക് ചെയ്തെടുത്തു. നമുക്കപ്പോൾ മുകളിൽ ഇപ്പുറത്തായിട്ട് അതിൻ്റെ ഷീറ്റ് എങ്ങനെ വരിക എന്നുള്ളൊരു ഇത് കാണിച്ചു തരും അവർ. ഇങ്ങനെയാണ് ഇത് എന്താ പറയുക വരിക എന്നുള്ളൊരു ഇത് ഒരു ഐഡിയ. ഓക്കെ കൊടുക്കുക. ദെൻ ഓക്കെ കൊടുത്ത ശേഷം ദെൻ നമുക്ക് ഫോം നോക്കുക. ഫോം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എവിടേക്ക് ഇങ്ങനെ എന്തൊക്കെ യൂണിറ്റ് വന്നിട്ടുള്ളത്. നല്ല ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഫോം പറയുന്നതാണ് ടെംപ്ലേറ്റ്. സോ നമുക്ക് ആ ഫോമിൽ എന്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി അല്ല, ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ് നമുക്ക് മാറ്റി കൊടുക്കുക. അതിനനുസരിച്ചിട്ട് വോളിയം നമുക്ക് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ കൊടുക്കുക. ദെൻ ഇതിന് ശേഷം നമുക്ക് ഹോമിലോട്ട് പോവാം. ഹോമിലോട്ട് പോയ ശേഷം ദെൻ നമുക്ക് ഇങ്ങനെ ഒരു കോളംസ് ആണ്. ജസ്റ്റ് ഈ ഭാഗത്തായിട്ട് ടെംപ്ലേറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കോളം 1 നമ്മൾ ഏതാണോ ടെംപ്ലേറ്റ് ഫോം ചെയ്തത് ആ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. ആ ഗ്രീൻ ഉണ്ടോ, ആ ഗ്രീൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റെഡ് കളറാവും. ദെൻ റെഡ് കളറായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഫോം വരും. അതിൽ നമ്മൾ ലെങ്ത്ത് എത്രയാണോ അത് കൊടുക്കുക, വിഡ്ത്ത് എത്രയാണോ അത് കൊടുക്കുക, അതേപോലെ തന്നെ ഡെപ്ത് ഓർ ഹൈറ്റ് അത് കൊടുക്കുക. സോറി, ഞാൻ ഡെപ്ത് അങ്ങോട്ട് മാറി, സോറി. ദെൻ ഇത് അങ്ങോട്ടും എന്താ പറയുക, ഇതെല്ലാ യൂണിറ്റും നമുക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ്ലി ക്വാണ്ടിറ്റിയാണ് അവർ തരിക. ക്യൂബിക് മീറ്ററിലുള്ള ക്വാണ്ടിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്ത് തരിക. സോ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓക്കെ കൊടുക്കുക. അതിൽ നമുക്ക് എത്ര എണ്ണം വേണോ അതേപോലെ ക്രിയേറ്റ് ചെയ്യാം. C1, C2, C3 അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. സോ ഞാനത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സോ അതിന് ശേഷം നമുക്ക് ഷോ ലെജൻഡ് കൊടുത്താൽ ഷോ ലെജൻഡിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അവിടെ ഒരു യൂണിറ്റ് തന്നെ വ്യത്യാസമായിരിക്കും. ക്യൂബിക് മീറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേരിൽ വരും. ഷോ ലെജൻഡ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ജസ്റ്റ് നമുക്ക് C1 എന്നുള്ളൊരു ഇത് കിട്ടി. അതിൽ നിന്ന് 2.9 ക്യൂബിക് മീറ്ററാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കിട്ടി. ദെൻ ഞാൻ കണ്ടിന്യൂ വിത്ത് കൊടുത്തു. കണ്ടിന്യൂ വിത്ത് കൊടുത്തതിന് ശേഷം C1 തന്നെ കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. ദെൻ കണ്ടിന്യൂ വിത്ത് അല്ലെങ്കിൽ ആ സൈഡിലുള്ള ഗ്രീനെ ഒന്ന് പ്രസ് ചെയ്താലും മതി കേട്ടോ, റെഡ് ആയാലും മതി. ദെൻ നമുക്ക് നോക്കിയേ മാറി തന്നിട്ടോ. ഇനി നമുക്ക് എത്ര സെലക്ട് ചെയ്താലും ആ സെയിം ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സെയിം എന്താ പറയുക ഇൻഫർമേഷൻ ആഡ് ചെയ്ത് വെച്ചിട്ട് ലെങ്ത്തും വിഡ്ത്തും നമ്മൾ ആഡ് ചെയ്തില്ലേ, അത് വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അതെല്ലാം നമുക്ക് ഇനി വേറെ ലെങ്ത്തും വിഡ്ത്തും കൊടുക്കണമെങ്കിൽ നമുക്ക് ഇനി നെയിം മാറ്റിയിട്ട് C2 എന്ന് കൊടുത്തിട്ടും ചെയ്യാം. ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് നമുക്ക് ക്യൂബിക് മീറ്ററിൽ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട്, കോളത്തിൻ്റെ വോളിയം കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ.